ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ആദ്യം കുറച്ച് നമ്മുടെ ഓർണമെൻറ്റ്സ് കണ്ടാലോ. അപ്പോൾ ഡബിൾ ചെയിനിൽ വരുന്ന ഒരു പാലക്ക മാലയാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോയിൽ കൂടെ കുറച്ച് ഓർണമെൻറ്റ്സും കൂടി കാണിക്കാമെന്ന് വെച്ചിട്ട് എടുത്ത കുറച്ച് 2-3 വീഡിയോസും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു മോഡലാണ്. അപ്പോൾ ഈ 2 മോഡൽ കഴിഞ്ഞ് നമുക്ക് ബാക്കി നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ നല്ല വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ലേശം ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. സ്പൂൺ വെച്ച് മിക്സാക്കിയാൽ ശരിയാവത്തില്ല, നമുക്ക് കൈ വെച്ച് തന്നെ മിക്സ് ആക്കണം. അപ്പോൾ നല്ലപോലെ മിക്സാക്കി കറക്റ്റ് ഭാഗത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ പാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് ലേശം നാളികേരട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നനച്ച് വെച്ച നമ്മുടെ പുട്ടിൻ്റെ പൊടി അതിലോട്ട് ഒരു ലെയറായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റിൽ ലേശം നാളികേരം കൂടി ഇട്ട് കൊടുത്ത് നമുക്കത് ആവിയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ കുറ്റി അതിൻ്റെ മുകളിലോട്ട് വിസിൽ മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും വളരെ സോഫ്റ്റായിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പുട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മീൻകറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം മീൻകറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് നമ്മുടെ ഈ ഒരു പുട്ടെടുത്ത് മാറ്റി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ പഴം, ചെറുപഴം ഉണ്ട്, നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ പഴം ഇഷ്ടമുള്ളവർക്ക് പഴം കൂട്ടി കഴിക്കാം. അപ്പോൾ വീട്ടിലുള്ള ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു പുട്ടോട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ വീണ്ടും ബാക്കിയുള്ളവർക്കും കൂടിയുള്ള പുട്ട് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നല്ല ആവി പറക്കണ നല്ല നാടൻ പുട്ടാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവാനയ്ക്ക് പിന്നെ പുട്ട് ഇഷ്ടമാണ്. പുട്ടും കടലക്കറിയും അവൾക്ക് ഇഷ്ടമാണ്. മറ്റ് വെള്ളയപ്പം, ദോശയും വീട്ടിലൊക്കെ പണ്ട് ചെറിയ കുട്ടി കഴിക്കുമ്പോൾ നന്നായിട്ട് കഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും കഴിക്കണില്ല. അപ്പോൾ ഞാൻ അടുത്ത ആൾക്കുള്ള പുട്ട് ഇവിടെ വീണ്ടും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവാനെ മോൾ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ വന്നു. അപ്പോൾ ബാക്കി എല്ലാവരും അവരുടെ പുട്ടും പഴവും എല്ലാം എടുത്ത് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു പുട്ട് ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര വലിയ പീസ് കഴിക്കണ്ടെന്ന് കരുതിയിട്ട് പകുതി എടുക്കാം. അങ്ങനെ പകുതി മീൻചാറ് കൂട്ടി ഞാൻ പുട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ ബാക്കി മാറ്റി വെച്ച ആ ഒരു പുട്ടും കൂടി ഞാനെടുത്ത് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സും കൂടി കണ്ടാലോ. അപ്പോൾ ഇന്ന് വേറെ ഒരു മോഡലാണ് ഈ കാണിക്കുന്നത്. ഇതും ഒരു ഡബിൾ ലെയർ ചെയിനാണ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. അപ്പോൾ ഓരോ ഓർണമെൻറ്റ്സിൻ്റെയും വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണുന്ന ആൾക്കാർ അത് ഓർണമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോയുടെ കൂടെ കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷനും കൂടി വെറുതെ ഒന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.